നമസ്തേ. എൻ്റെ പേര് നിഷ നാരായൺ. ഞാൻ ട്രിവാൻഡ്രത്താണ് ബേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ജ്വല്ലറിയും കൂടി ഇപ്പം സൈഡായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, ഓൺട്രപ്രണർ ആയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മളിപ്പം എന്താ പറയുക, ഒരു ഓൾമോസ്റ്റ് 19 ഇയേഴ്സ് ട്രാവൽ ഫീൽഡിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു എക്സ്പോഷറും ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് വൈ വർക്കിംഗ് ഫോർ സംവൺ എൽസ്, വൈ കാൻ വി ഡു സംതിങ് ഓൺ അവർ ഓൺ എന്നുള്ളത്. ഈ ജ്വല്ലറി എന്നുള്ളത് ഒരു വലിയൊരു ബിസിനസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലൊന്നും അല്ല ആക്ച്വലി തുടങ്ങിയത്. ജസ്റ്റ് ഒരു ഞാൻ പറയില്ല, എൻ്റെ തന്നെ ഒരു മാല കറക്റ്റ് ചെയ്യാൻ നോക്കി തുടങ്ങിയതാണ് ആക്ച്വലി ഈ ഒരു പ്ലാറ്റ്ഫോം. അതിൽ തുടങ്ങി, എനിക്ക് വേണ്ടി ചെയ്തു തുടങ്ങി, പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്തു തുടങ്ങി, പിന്നെ അത് എന്തുകൊണ്ട് ഒരു ബിസിനസ് ആയിട്ട് ശ്രമിച്ചുകൂടാ എന്നുള്ള ലെവലിൽ ബൈ സ്ലോ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ജ്വല്ലറിയുടെ ഇതിലോട്ട് വന്നത്. ഇന്ന് ലോകം ഫാഷന്റെ പിന്നാലാണല്ലേ. നമ്മളൊരു പുതിയ വസ്ത്രം മേടിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഇടാനുള്ള അക്സസറിനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും നമ്മൾ എപ്പോഴും. നമ്മൾ മേടിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഫാഷൻ അക്സസറി ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ചിന്തിക്കണം, അതെങ്ങനെയാണ് തുടങ്ങേണ്ടത്. വെറും 500 രൂപയ്ക്ക് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നമ്മൾ എങ്ങനെ തുടങ്ങും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ മെന്റർ നിഷ നാരായണൻ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജ്വല്ലറി മാത്രമാണ്. അപ്പം അതിനകത്ത് പല കാറ്റഗറി ഉണ്ട്. ഇപ്പം ബീഡ്സിനകത്ത് തന്നെ പല സെഗ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ഉണ്ട്. ഈ ഓക്സിഡൈസ്ഡിൽ തന്നെ സിൽവർ കവറേജും ഉണ്ട്, ഗോൾഡ് കവറിങ്ങും ഉണ്ട്. ഇപ്പം കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സിൽവർ ബേസ്ഡും ബീഡ്സുമാണ്. അപ്പം അതിനകത്തെന്ന് പറയുന്നത് സിൽവർ ഓക്സിഡൈസ്ഡ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് റീസെല്ലിംഗ് ജോലിയാണ്. അതായത് നമുക്ക് അതിനകത്ത് വേറെ നമ്മുടെ പാറ്റേൺ അങ്ങനെ ഒന്നുമില്ല. ഡയറക്ട്ലി വി ഹാവ് ഗോട്ട് ഇൻ മാനുഫാക്ചറേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്നും നമ്മൾ നേരിട്ട് ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ വാട്സാപ്പ് വഴി അവർ ഫോട്ടോസ് നമുക്ക് അയച്ചു തരുന്നു. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഞാൻ അവർക്ക് തിരിച്ചയച്ചു കൊടുത്ത് അതിൻ്റെ അവൈലബിൾ കളേഴ്സ് നോക്കി അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഇപ്പം റീസെല്ലിംഗ് എടുക്കുന്നത്. ബീഡ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മൾ സപ്ലയേഴ്സിൻ്റെ അടുത്ത് പോയി ബീഡ്സ് സെലക്ട് ചെയ്ത്, ബീഡ്സ് എന്ന് പറയുമ്പോഴത്തേനും 2 mm തൊട്ട് 12 mm സൈസ് വരെയുള്ള കാറ്റഗറി ബീഡ്സ് ഉണ്ട്. അപ്പം അതിൽ നമ്മൾ അതിൻ്റെ കുറേ കളക്ഷൻസ് എടുത്ത് വെക്കും. ബീഡ്സിനകത്ത് കൂടുതലും ഇപ്പോൾ ആളുകൾ പണ്ടത്തെ പോലെ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം എടുക്കുകയല്ല കൂടുതലും ചെയ്യുന്നത്. എല്ലാവരും കസ്റ്റമൈസ് ചെയ്യുകയാണ്. അവരൊരു ഡ്രസ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സാരി എടുക്കുന്നു, അത് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നു. ചിലർ അത് പ്ലെയിൻ ഒരു കളർ ആണെങ്കിൽ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ചിലർ അതിൻ്റെ തന്നെ കളർ കോമ്പിനേഷനിലുള്ള ഒരു ജ്വല്ലറി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം കൂടുതലും വരുന്ന ബീഡ്സിനകത്താണ് കസ്റ്റമൈസേഷൻ വരുന്നത്. അപ്പം എൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നതും ഈ കസ്റ്റമൈസേഷൻ ഓഫ് ബീഡ്സ് തന്നെയാണ് ഞാൻ ബേസിക്കലി ചെയ്യുന്നത്. ബീഡ്സിൻ്റെ കസ്റ്റമൈസേഷനാണ് എൻ്റെ ബേസിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ആ എൻക്വയറി ചെയ്ത് കൊടുക്കും. ഇപ്പം സിംഗിൾ ലെയർ ഓർ ഡബിൾ ലെയർ ഓർ ട്രിപ്പിൾ ഓർ 4 ലെയർ അപ് ടു 7 ലെയേഴ്സ് വരെ, അല്ല അതിൽ കൂടുതലായ ജങ്ക് ആയിപ്പോവും. സോ അത് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ലെങ്ത്ത്, ചിലർക്ക് ചോക്കർ മോഡലായിരിക്കും, ചിലർക്ക് ഷോർട്ട് ലെങ്ത് ആയിരിക്കും, ചിലർക്ക് ലോങ് ലെങ്ത് ആയിരിക്കും. സോ അതാണ് എൻ്റെ മെയിൻ മോഡ് ഓഫ് ബിസിനസ്. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ബീഡ്സ് ജ്വല്ലറിയാണ്. അതിൻ്റെ കൂടെ ഇപ്പം കോവിഡ് വന്ന ആ ഒരു സമയത്താണ് ഈ ഓക്സിഡൈസ്ഡ് എന്നുള്ള ഒരു എക്സ്പാൻഷനിൽ കൂടെ വന്നത്. അപ്പം അത് റീസെല്ലിംഗ് ആണ്. അപ്പോൾ അതും എഗെയിൻ പേജിലാണ് ഇടുന്നത്. മെയിനായിട്ടും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പേജുണ്ട്, അതിലാണ് ഇടുന്നത്. അത് കണ്ടിട്ട് ആൾക്കാർ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നു. അതിൽ അവരുടെ റിക്വയർമെൻറ്റ് എന്താ, അതിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിക്കുന്നു. അത് ഓർഡർ ചെയ്യുന്നു, പേയ്മെന്റ് മേടിക്കുന്നു, ആൻഡ് ബൈ പോസ്റ്റ് ഓർ ബൈ കൊറിയർ ഐ വിൽ സെൻഡ് ഇറ്റ് ബാക്ക് ടു ദം. ദാറ്റ് ഈസ് ദ വേ ഐ വർക്ക്. ഫാഷൻ അക്സസറി ബിസിനസിന്റെ ബിസിനസ് പ്ലാൻ എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഇത് മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമാകുന്നില്ല. ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ മൂലധനം, ലൈസൻസ് എന്നിവയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫാഷൻ അക്സസറി ബിസിനസിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഈ ഒരു സെക്ടർ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ചെയ്യുന്ന ആളുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ബിക്കോസ് ഇതിനകത്ത് നമ്മുടെ കുറച്ചൊരു ഐഡിയാസ് വേണം. നമുക്കിപ്പം വേറെ ആരുടെങ്കിലും ഒരു ഐഡിയ കണ്ട് നമുക്ക് ചെയ്യാം, ബട്ട് നമുക്ക് തന്നെ കുറച്ചൊരു കാൽക്കുലേഷൻ വേണം. ഈ കളർ കോമ്പിനേഷൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ
ഇപ്പം ബീഡ്സ് ലെയർ ചെയ്താൽ ഇന്ന പർട്ടിക്കുലർ ലെയർ വെച്ച് ചെയ്താൽ അത് നന്നായിരിക്കുമോ, അല്ലെങ്കിൽ അതിൽ ഷോർട്ടും ലൈക്ക് 2mm 6mm മിക്സ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് കൂടി നമുക്ക് സ്വയമേ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞൊരു കസ്റ്റമൈസേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. ആൻഡ് ഈ പറഞ്ഞ പോലെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാനിപ്പം ചില ക്ലയൻസ് വരുമ്പോഴത്തേക്ക് അവർ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരിക്കും, അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പം ആദ്യം ഒരു പാറ്റേൺ കുറച്ച് ചെയ്ത് അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. അപ്പം അതിൽ ഇപ്പോൾ അല്ലെങ്കിൽ 2 പാറ്റേൺ ഒന്ന് ജസ്റ്റ് കുറച്ച് പോർഷൻ മാത്രം ചെയ്ത് അയച്ചു കൊടുക്കും. അവരത് നോക്കിയിട്ട് അതിലേതാണ് വിച്ച് എവർ ലുക്സ് ഗുഡ് ഫോർ ദം അത് അവർ നോക്കിയിട്ട് നമ്മളെ ഇൻഫോം ചെയ്യുന്നു, നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആക്ച്വലി ഞാൻ വളരെ യാദൃശികമായിട്ട് ഇതിലോട്ട് വന്നതാണ്. അതായത് ട്രിവാൻഡ്രത്തെ ഒരു ലീഡിങ് സ്റ്റോറിൽ നിന്ന് എനിക്ക് പേഴ്സണലി വാങ്ങിച്ച ഒരു 4 ലെയറിൻ്റെ ജ്വല്ലറി ഒരു 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലെയർ ഇങ്ങനെ ടിൽറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് ടിൽറ്റഡ് കടയിൽ ചോദിച്ചപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല, കറക്ഷൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതെങ്ങനെ അത് ടിൽറ്റഡ് ആയി എന്നുള്ളതും നമുക്കറിയില്ല. അപ്പം അത് ഒരു പ്ലസ് 2000 റുപ്പീസിൻ്റെ ഒരു സെറ്റായിരുന്നു. അപ്പോൾ അതിനെ വീട്ടിൽ വെറുതെ ഇരുന്ന ഒരു സമയം അതിനെ കറക്റ്റ് ചെയ്ത് തുടങ്ങിയതാണ് ആക്ച്വലി ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചാലയിലുള്ള ഒരു ചെറിയ ഈ ജ്വല്ലറി ആക്സസറീസ് വിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ തന്നു. ഇതെങ്ങനെയാണ്, അത് ത്രെഡിലായിരുന്നു ചെയ്തിരുന്നത്, അതെങ്ങനെയാണ് എൻഡ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തന്നു. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ടഫ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇറ്റ് ഈസ് ഈസി ടു ഡു ഇറ്റ്. അങ്ങനെ ഞാൻ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കുന്നതും നമ്മളത് ചെയ്ത് നമുക്കൊരു ഐഡിയ ഉണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് കോസ്റ്റ് വൈസ്. അങ്ങനെയാണ് ആക്ച്വലി ഞാനിപ്പോൾ കടയിൽ നിന്ന് തന്നെ ഒരു 2 ബീഡ് വാങ്ങിച്ച് ഞാൻ ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ അത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തപ്പോഴത്തേക്കും ദേ ലൈക്ഡ് മൈ ഡിസൈൻ. അങ്ങനെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ആക്ച്വലി ഒരു ഐഡിയ തന്നത്, വൈ ഡോണ്ട് യു ജസ്റ്റ് ട്രൈ ഡൂയിങ് ഇറ്റ്. അങ്ങനെ അത് ചെയ്തു തുടങ്ങി. അവർ ഒരു കുറച്ച് പീസസ് ആയപ്പോഴത്തേക്കും കസിൻസിനൊക്കെ അയച്ചു. അപ്പം നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് വന്നത്. ലൈക്ക് വർക്ക് കൊള്ളാം, ഡിസൈൻ കൊള്ളാം. അപ്പം ചെയ്ത് വന്നപ്പം എനിക്ക് ഐഡിയാസ് വന്നു. അങ്ങനെ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതൊന്നും ആദ്യം പേജിലിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അതിന് ചെറിയ ചെറിയ ഓർഡേഴ്സ് വന്നു തുടങ്ങി. സോ അങ്ങനെ ആണ് ഈ ഒരു ഇത് ഗ്രോ ചെയ്ത് ആക്ച്വലി ഇത്രയും എത്തിയത്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നതിന് ഭയങ്കര ഡിമാൻഡാണ്. കാരണം പലർക്കും കടയിൽ പോയി ഇപ്പം ഇന്ന ഒരു കളർ സൽവാർ എന്ന് പറയുമ്പോഴത്തേക്കും കടയിലുള്ളതേ അവർക്ക് വാങ്ങിക്കാൻ പറ്റാറുള്ളൂ. അല്ലാണ്ട് അവർക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സൽവാറിന് ഇങ്ങനെ ഒരു ഇത് ഇസ് മൈ ഓൺ, അപ്പം ഇതിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കടയിൽ പോകുമ്പം ഇറ്റ് വിൽ ബി ഈതർ വൈറ്റ് ഓർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഓർ ബ്ലാക്ക്. ഇപ്പം ഇതിൽ എനിക്ക് ബ്ലാക്കിന് പകരം എനിക്ക് സിൽവർ ഓക്സിഡൈസ്ഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ സിൽവർ ഓക്സിഡൈസ്ഡ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമൈസേഷൻ ഈ ഹാൻഡ് മെയ്ഡ് ഇപ്പം എന്നെ പോലെ ചെയ്യുന്ന ആൾക്കാരെ സമീപിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള ഒരു കസ്റ്റമൈസ്ഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ കസ്റ്റമൈസ്ഡിന് ഇപ്പം ഡേ ബൈ ഡേ ഡിമാൻഡ് കൂടുകയാണ്. എല്ലാവർക്കും അവരുടെ ഡ്രസ്സിന് കറക്റ്റ് മാച്ചിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ്, അവർ മനസ്സിൽ എവിടെയെങ്കിലും കണ്ട ഒരു പാറ്റേൺ. ഇപ്പം നമ്മളൊരു കടയിൽ പോയി ഒരു പാറ്റേൺ കാണും, ബട്ട് ആ പാറ്റേണിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ആയിരിക്കത്തില്ല അവിടെ ഉണ്ടായിരിക്കുന്നത്, റൈറ്റ്? അപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടായിരിക്കും എനിക്ക് അയക്കുന്നത്, ഇതിൽ ഇന്ന കളർ കിട്ടുമോ. സോ മേ ബി ദ സ്പേസേഴ്സ് വോണ്ട് ബി ദ സെയിം ഡിസൈൻ, ബട്ട് സ്പേസേഴ്സ് ഡിഫറെൻറ്റ് ഡിസൈൻ ആയിരിക്കും. പക്ഷേ അവരാ പറയുന്ന പാറ്റേണിൽ അവരാ പറയുന്ന കളേഴ്സിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ഇപ്പം അതിന് വേണ്ടിയുള്ള ഇപ്പം കസ്റ്റമൈസേഷൻ ആക്ച്വലി നല്ല രീതിയിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബീഡ്സിൻ്റെ സ്റ്റോക്ക് എൻ്റെ സൈഡിൽ ആക്ച്വലി കൂട്ടിയിരിക്കുന്നത്. ഒരുവിധമുള്ള എല്ലാ കളേഴ്സിൻ്റെ പല സൈസിലുള്ള കളക്ഷൻസും ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഒരാൾ പെട്ടെന്ന് ചോദിച്ചാലും ഐ ജസ്റ്റ് നീഡ് ആക്ച്വലി ഒരു 3 hours ആണ് എൻ്റെ ഒരു മേക്കിംഗ് ടൈം. ആ ഒരു 3 hours അപ്പോൾ രാവിലെയാണ് പറയുന്നതെങ്കിൽ ഐ ക്യാൻ ഗിവ് ഇറ്റ് ഇൻ ദ ഈവനിങ് ഓർ നെക്സ്റ്റ് മോർണിംഗ് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട്. ഹാൻഡ് മെയ്ഡ് എന്ന് പറയുന്നത് ബീഡ്സിൽ മാത്രമേ വരാറുള്ളൂ, അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡിൽ ഈ പറഞ്ഞ സ്പേസേഴ്സ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഹാൻഡ് മെയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹാൻഡ് പിക്ഡ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ഓക്സിഡൈസ്ഡ് ആണ്. ഓക്സിഡൈസ്ഡ് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു 5 മാനുഫാക്ചറായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരിയും കളക്ഷൻസ് ഓൺ എ ഡെയിലി ബേസിസ് വരും. അത്രയും നമുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ജ്വല്ലറി ബിസിനസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പം എൻ്റെ ഒരു പ്രൊഫഷൻ ആക്ച്വലി ജ്വല്ലറി അല്ല മെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊരു ടൈം കിട്ടാറില്ല. സോ എനിക്ക് ക്യാച്ചി ആയിട്ട് തോന്നുന്ന കളക്ഷൻസ് മാത്രമേ ഞാൻ ഹാൻഡ് പിക്ഡിൽ എടുക്കാറുള്ളൂ. അങ്ങനത്തെ റിസർച്ച് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആക്ച്വലി ഒരു ഫിസിക്കൽ എക്സിബിഷൻ പോലും ഈ കഴിഞ്ഞ മാർച്ചിൽ
ട്രിവാൻഡ്രം ഫ്ലീ മാർക്കറ്റിൻ്റെ ഒരു എക്സിബിഷൻ ഇവിടെ തഞ്ചാവൂർ അമ്മ വീട്ടിൽ വെച്ച് നടന്ന്, അതാണ് എൻ്റെ ഫസ്റ്റ് ഫിസിക്കൽ എക്സിബിഷൻ. അപ്പം അതിന് പോകുമ്പോഴത്തേക്കും എനിക്ക് ട്രെൻഡും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ബട്ട് പൊതുവെ ആളുകൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്ത് ഇപ്പം ടീനേജേഴ്സ് ആണെങ്കിലും ചോക്കേഴ്സാണ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ചോക്കേഴ്സാണ്. ബട്ട് ഇച്ചിരി ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്രൗഡിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവരൊരു ലോങ് ഹാരം സെറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു എക്സിബിഷൻ വെച്ചപ്പോൾ പല സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് വെച്ചത്. അതായത് ചോക്കേഴ്സ്, സ്റ്റോൺ നെക്ലസ്, ഓക്സിഡൈസ്ഡിൻ്റെ നെക്ലസ് ആൻഡ് ലോങ് ഹാരം, സ്റ്റോൺസ്, ബീഡ്സിൻ്റെ ലെയർ, സിംഗിൾ ജ്വല്ലറി, അങ്ങനെ പല കാറ്റഗറി വെച്ചു. ബട്ട് ആ വെച്ച കാറ്റഗറി എല്ലാം ആക്ച്വലി മൂവിങ് ആയിരുന്നു. സീസൺ വൈസ് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കല്യാണമൊക്കെ വരുന്ന ഒരു സമയം തന്നെയായിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സീസൺ ബിസിനസ് ആയിട്ടൊന്നും എനിക്കില്ല. ഈ പറയുന്ന പോലെ എക്സിബിഷൻസ് കൂടുതൽ വെക്കാമെങ്കിൽ ഡെഫിനറ്റ്ലി കൂടുതൽ ആളുകളിൽ യു വിൽ റീച്ച്, ആ ഒരു റീച്ച് കൂടുതൽ കിട്ടും. കാരണം ഞാൻ ഇത്രയും നാളും ഓൺലൈനിൽ മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി സർക്കിളിൽ മാത്രം ഒതുങ്ങി നിന്നൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഈ ഒരു കോവിഡ് സമയത്ത് ഈ വുമൻ ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രം ഫ്ലീ മാർക്കറ്റ്, ഹേർട്ട് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ 1-2 ഗ്രൂപ്പ്സ് ഫേസ്ബുക്കിലുണ്ട്. അവരാണ് ആക്ച്വലി ഞങ്ങളെ പോലുള്ള ചെറിയ ചെറിയ ആൾക്കാരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു റീച്ച് നല്ല രീതിയിലുണ്ടായിരുന്നു. പ്ലസ് ഈ ഒരു എക്സിബിഷൻ ചെയ്തപ്പോഴത്തേക്കും ഇപ്പം എൻ്റെ ബ്രാൻഡിങ് വൈ ഡിസൈനർ കളക്ഷൻസ് എന്നുള്ളത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇപ്പം ആ ഒരു എക്സിബിഷൻ വന്നത് മാർച്ചിലാണ്. അപ്പം മാർച്ച് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സീസൺ ഒന്നും അല്ല. പക്ഷേ ദ സെയിൽ വാസ് വെരി മച്ച് ഓൺ ദി ഗുഡ് സൈഡ്. അപ്പം ഈ ജ്വല്ലറിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സീസൺ ഒന്നും ഇല്ല. ഇപ്പം ആളുകളെല്ലാം ഒരു ട്രെൻഡായിട്ട് ഡ്രസ്സിൻ്റെ മാച്ചിങ് ആൾ ഓൺ ഡേ ടു ഡേ ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് സ്ഥിരം ആൾക്കാരുണ്ട്, ഡെയിലി ബേസിസ് വെയർ ചെയ്യാനുള്ള ഇയറിങ്സ് ചോദിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നെക്ലസ് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ്, ഇതൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഈ ഒരു ഹെവി ജ്വല്ലറി മാത്രമേ ഉള്ളൂ ഒരു ഫങ്ഷൻ വെയർ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോകുന്നത്. അല്ലാത്ത ഈ റെഗുലർ ജ്വല്ലറി അല്ലെങ്കിൽ ഇയറിങ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ട് ഡെയിലി ഇട്ട് പോകുന്ന സംഭവമാണ്. പിന്നെ ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജ്വല്ലറി ആയിരിക്കും നോക്കുന്നത്. വെദർ ഇറ്റ് ബി ബ്രേസ്ലെറ്റ്സ് ഓർ ഇയറിങ്സ്, ഇത് രണ്ടുമായിരിക്കും അവരെ സംബന്ധിച്ച് മെയിൻ ക്യാച്ചി ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ സിമ്പിൾ ചെയിനിൽ ഒരു ലോക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് വിൽ ഗ്രാബ് ഇറ്റ്. ഫാഷൻ ആക്സസറി ബിസിനസിന്റെ പ്ലാനിങ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു, ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്തു. പക്ഷെ ഇത് മാത്രം പഠിച്ചാൽ മതിയോ? ഇല്ല അല്ലേ? വേറെ എന്തൊക്കെയാണ് വേണ്ടത്? ഈ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ മൂലധനം, എങ്ങനെയാണ് ലൈസൻസ് നേടേണ്ടത്, നമ്മുടെ ഈ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കും എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ കോഴ്സ് നമ്മളുടെ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.